നമസ്കാരം. നമ്മൾക്ക് സിനിമയിലെ കഥാപാത്രങ്ങളും വളരെ ഇഷ്ടമാണ്. ചില കഥാപാത്രങ്ങൾ നമ്മൾ കണ്ടാൽ നമുക്ക് നമ്മുടെ മനസ്സിൽ നിന്ന് അത് പോവില്ല, വിട്ടുമാറില്ല. അതെന്താ വെച്ചാൽ ആ നടന്മാരെ കഴിവാണത്. ഒരു കഥാപാത്രം കിട്ടി പറഞ്ഞാൽ അത് ഉൾക്കൊണ്ട് ചെയ്യുക എന്നുള്ളത് ഒരു നടൻ്റെ കഴിവാണത്. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ മലയാള സിനിമയിൽ കുറേ നടന്മാരുണ്ട്. നമുക്ക് പഴയ ജനറേഷനില്ല, മമ്മൂട്ടി മോഹൻലാൽ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ പുതിയ ജനറേഷനിൽ വന്ന ഒരുപാട് നടന്മാരുണ്ട്. അതിൽ എടുത്തു പറയാവുന്നൊരു നടനാണ് ഷൈൻ ടോം ചാക്കോ. ഷൈൻ ടോം ചാക്കോ നല്ലൊരു നടനാണ് അയാൾ. പക്ഷേ പണ്ട് മുതലേ ലഹരിക്ക് അടിമപ്പെട്ടൊരു വ്യക്തിയാണ്. അത് എല്ലാവർക്കും അറിയുന്നതാണ്. അത് മീഡിയകളിലായാലും ശരി, അയാളെ പല റെയ്ഡുകളിൽ പിടിച്ചു. ഈ അടുത്ത് തന്നെ ഒരു ഹോട്ടൽ റൂമിൽ നിന്ന് ഓടിപ്പോയി ചാടി രക്ഷപ്പെട്ടു. അങ്ങനത്തെ കുറേ ന്യൂസുകൾ ഇയാളെ പറ്റിയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞൊരു ഇൻ്റർവ്യൂ കണ്ടു. ഇപ്പോൾ അയാളുടെ ഫാദർ മരിച്ച് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇൻ്റർവ്യൂ കൊടുക്കുന്ന അയാൾ. അത് കണ്ടപ്പോൾ എനിക്ക് അയാളോട് ഭയങ്കര ബഹുമാനം തോന്നിയത്. എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ അയാൾക്ക് സ്വയമായിട്ട് തോന്നി എനിക്കിത് ശരിയാവില്ല എന്നൊരു തോന്നൽ അയാൾക്ക് സ്വന്തമായിട്ട് വന്നു. അപ്പോൾ പലരും പറഞ്ഞു ഇത് എത്ര ദിവസത്തേക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ എത്ര നാളത്തേക്ക് ഉണ്ടാവും, ആ ചോദ്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് പ്രാധാന്യം. അയാൾ ചെയ്ത കോപ്രായങ്ങളും കോമാളിത്തരങ്ങളും എല്ലാതും അയാളൊരു കോമാളി എന്ന് വെച്ച് പറഞ്ഞാൽ ഒരു പൊട്ടൻ, അല്ലെങ്കിൽ ഒരു കോമാളി, അല്ലെങ്കിൽ ഒരു ലഹരിക്കടിമ, ആ ഒരു ലെവലിലാണ് എല്ലാവരും കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ അയാൾക്ക് തിരിച്ചറിവുണ്ടായി, ഇതല്ല ലൈഫ് എന്ന തിരിച്ചറിവ് അയാൾക്കുണ്ടായി. അയാൾക്ക് അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, അങ്ങനെ ഒരു അവർക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നൊരു തോന്നൽ അയാൾക്കുണ്ടായി. പക്ഷേ എനിക്ക് അയാളോട് ഭയങ്കര ബഹുമാനം തോന്നി ആ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ. ഷൈൻ ടോം ചാക്കോൻ്റെ ഏതൊരു സിനിമ എടുത്താലും അയാളുടെ അഭിനയ മികവ് പറയാതെ വയ്യ. എന്ന് വെച്ച് പറഞ്ഞാൽ അയാൾ അത്രയും നന്നായിട്ട് അയാളുടെ കഥാപാത്രങ്ങൾ അത്രയും ഭംഗിയാക്കും അയാൾ. അപ്പോൾ അതിലൊന്നും അയാൾ ഒരിക്കലും ഒരു കുറ്റം പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒരു സിനിമ സെറ്റിൽ വന്നിട്ട് അയാൾ അലമ്പുണ്ടാക്കുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ പറഞ്ഞ സമയത്ത് വരാതിരുന്നു, അങ്ങനത്തെ ഒരു പരാതി അയാളെ പറ്റി കേട്ടിട്ടില്ല. അയാൾക്കുണ്ടായിരുന്നത് ലഹരിക്ക് അടിമയായിരുന്നു. ഓക്കെ, അതിപ്പോൾ ഷൈൻ ടോം ചാക്കോ മാത്രമൊന്നുമല്ല, മലയാള സിനിമയിൽ നോക്കി വന്ന ഒരുപാട് ആൾക്കാരെ കാണാം. ഇയാൾ പബ്ലിക്കിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല, സിനിമ സെറ്റിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല, അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇയാളുടെ ഒരു പ്രശ്നം എന്താ വെച്ച് പറഞ്ഞാൽ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ നമ്മളെ വെറുപ്പിച്ച് കളയും. അയാൾ ഉദ്ദേശിക്കുന്നത് ഒരു എൻ്റർടൈൻമെൻറ്റാണ് അയാൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ കാണുന്നവർക്ക് അതൊരു വെറുപ്പായിരിക്കും, ഒരു ഇറിറ്റേഷനായിരിക്കും. അങ്ങനെയായിരുന്നു ഒരു സമയത്ത് ഷൈൻ ടോം ചാക്കോ. പക്ഷേ ഇപ്പോൾ കണ്ട ഇൻ്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് അയാൾ ഭയങ്കര ബഹുമാനം തോന്നി. ഒരാൾ എങ്ങനെ നന്നായാലും അതിനെ കുറ്റപ്പെടുത്താൻ ഒരു ഭാഗം ഉണ്ടാവുമല്ലോ. അപ്പം പക്ഷേ ഇതല്ല, മലയാള സിനിമയിൽ ശാപങ്ങളായിട്ട് വേറെ കുറേ ആൾക്കാരുണ്ടല്ലോ. എന്ന് വെച്ച് പറഞ്ഞാൽ വെറും ഉപദ്രവം, പൊതുജനങ്ങൾക്ക് ഉപദ്രവം, അതുപോലെ സിനിമാ സെറ്റിൽ ഉപദ്രവം, ഇങ്ങനത്തെ കുറേ വെറുപ്പിക്കപ്പെട്ട ജന്മങ്ങളുണ്ടല്ലോ. അടുത്ത ഫ്ലാറ്റിലെ ആൾക്കാർ തെറി പറയാനും, തുണി മുക്കി കാണിക്കാനും, അഴിഞ്ഞാടാനും, ഇങ്ങനെ കുറേ നാറികളുണ്ടല്ലോ മലയാള സിനിമയിൽ വേറെയും. അപ്പോൾ ഷൈൻ ടോം ചാക്കോന് നമ്മൾ നല്ലൊരു ആശംസ നേരുന്നു. നല്ലത് സംഭവിക്കട്ടെ, നല്ല സിനിമകൾ ഉണ്ടാവട്ടെ, ഉയരങ്ങളിലെത്തട്ടെ.